എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തം, ഒരു വൃത്തം എങ്ങനെയാണ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിന്റെ ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം സെന്റർ എന്ന് പറയും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, അതായത് സർക്കിളിലേക്കുള്ള ദൂരം നാം എന്താ പറയാ, അതിനെയാണ് ഞാൻ റേഡിയസ് എന്ന് പറയാം റേഡിയസ്, അതായത് ആരം എന്ന് പറയും. അതായത് റേഡിയസ് ഇപ്പോൾ ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മൾ പഠിച്ചതാണ് കോമ്പസ് എടുത്തിട്ട് സ്കെയിൽ നമ്മൾ കൃത്യമായിട്ട് 5 സെന്റിമീറ്റർ എടുക്കും അപ്പൊ നമ്മൾ സ്കെയിൽ എടുത്തിട്ട് കോമ്പസ് കൃത്യമായി നമ്മൾ 5 സെന്റിമീറ്റർ എടുക്കും 5 സെന്റിമീറ്റർ എടുത്ത് നാം എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മളിവിടെ കോമ്പസ് കുത്തിയിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം അപ്പൊ ഇനി നമുക്കൊരു 6 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണോ വരയ്ക്കേണ്ടത് ആ അളവ് നമ്മൾ കൃത്യമായിട്ട് കോമ്പസിൽ എടുക്കും കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ദൂരത്തെയാണ് നാം റേഡിയസ് എന്ന് പറയുക ആരം എന്ന് പറയുക. അപ്പോൾ ഓക്കെ, ഇനി നോക്കിയാൽ ഈ വര ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടാണെന്ന് വിചാരിക്കുക, അതായത് ഇതിന്റെ ഇപ്പുറത്തേക്ക് കൂടി നീട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വര ഇവിടെ വന്ന് മുട്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും അപ്പൊ ഇതിപ്പോ റേഡിയസ് ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും, റേഡിയസ് ആയിരിക്കും അപ്പൊ നമുക്കിപ്പോ ഇത് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഈ റേഡിയസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള നീളവും 5 സെന്റിമീറ്റർ ആയിരിക്കും ഓക്കെ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വന്നു, ഇവിടെ മുതൽ ഇവിടം വരെ എത്ര സെന്റിമീറ്റർ ആയി, മൊത്തം നമുക്ക് 10 സെന്റിമീറ്റർ ആയി 10 സെന്റിമീറ്റർ, അതായത് റേഡിയസിന്റെ ഇരട്ടി രണ്ടു കൊണ്ട് ഗുണിക്കും, ഇരട്ടിയായി. അപ്പൊ ഇതിന് നമ്മൊരു പേര് പറയും, ഇതിനാണ് പേര് പറയാ ഡയമീറ്റർ എന്ന് പറയും. മനസ്സിലായല്ലോ, ഇതാണ് ഡയമീറ്റർ. അതായത് വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയും, വ്യാസം. അപ്പൊ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വൃത്തത്തിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെയും റേഡിയസ് ആണ് ഇത് റേഡിയസ്. അപ്പൊ 2 റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അതിന്റെ ഡയമീറ്റർ കിട്ടി, അതായത് വ്യാസം കിട്ടി. അപ്പൊ നമുക്കറിയാം അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു റേഡിയസ് ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചൂടെ. അപ്പൊ ഈ സെന്റർ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ സർക്കിളിലെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ എനിക്ക് റേഡിയസ് വരയ്ക്കാം ഇപ്പൊ ഇതും റേഡിയസ് തന്നെയാണ് ഇതേ നീളം തന്നെ ആയിരിക്കും ഇവിടെ. അപ്പൊ ഞാൻ ഈ നീളം ഇങ്ങോട്ട് നീട്ടിയാൽ അതെന്തായി, അത് സർക്കിളിന്റെ എന്തായി മാറി, അത് സർക്കിളിന്റെ ഡയമീറ്റർ ആയി. ഞാനത് ഇങ്ങോട്ട് നീട്ടി, അപ്പൊ എന്തായി, അപ്പൊ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ് സർക്കിളിന്റെ ഡയമീറ്റർ, അതായത് റേഡിയസിന്റെ ഇരട്ടി ആയിരിക്കും നീളം ഇനി നമുക്ക് നോക്കിയാൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചൂടെ. അപ്പൊ ഇതും ഡയമീറ്റർ ആണ് അതായത് ഒരു സർക്കിൾ നമുക്ക് എത്ര വേണമെങ്കിലും റേഡിയസ് വരയ്ക്കാം, അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും ഡയമീറ്റർ നമുക്ക് വരയ്ക്കാം അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിൾ, ഇവിടെ ശ്രദ്ധിക്കുക, സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വരയെയാണ് നാം എന്ത് പറയുക, ഡയമീറ്റർ എന്ന് പറയുക, അതായത് വ്യാസം എന്ന് പറയുക. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ വര ഏതിലൂടെ കടന്നു പോകണം, നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകണം. മനസ്സിലായല്ലോ. അപ്പോ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഈ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വരയെയാണ് നാം എന്ത് പറയുക, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുക. അപ്പൊ ഈ വ്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. വ്യാസം എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്, ഇപ്പൊ ഈ പോയിന്റും തമ്മിൽ ബന്ധിപ്പിച്ചു ഒരു ലൈൻ വരച്ചു, അത് യോജിപ്പിച്ചു. പക്ഷെ ഏതിലൂടെയാണ് ആ ലൈൻ കടന്നു പോകുന്നത്, വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ. ഇനി നോക്കിയാൽ ഈ ലൈൻ ഈ പോയിന്റും തമ്മിൽ ഞാൻ കൂട്ടി യോജിപ്പിച്ചു പക്ഷെ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്, വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ ഇവിടെയും അങ്ങനെ തന്നെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ. അതായത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റ് തമ്മിൽ യോജിപ്പിക്കണം അപ്പൊ യോജിപ്പിച്ച് കിട്ടുന്ന ആ വരയെയാണ് നാം എന്ത് പറയുക, വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുക. അപ്പൊ വ്യാസം എപ്പോഴെന്തായിരിക്കും, റേഡിയസിന്റെ നീളം എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും വ്യാസം. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിലോ, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും റേഡിയസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി ഈ വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകാൻ പറഞ്ഞു. ഇനി ഞാൻ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, പക്ഷെ അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, നമുക്കതൊന്ന് നോക്കാം. ഇതൊരു സർക്കിൾ ഇത് സർക്കിളിന്റെ കേന്ദ്രം. ഓക്കെ, ഇനി നോക്കിയാൽ ഞാൻ ഈ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് ഒരു വര വരയ്ക്കാൻ പോകണം.
ഇങ്ങനെ ഞാൻ വരച്ചു അല്ലേ. പക്ഷേ ഈ വരയ്ക്ക് എന്താണ് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഡയമീറ്റർ ആണോ? ഇത് ഡയമീറ്റർ അല്ല, അല്ലെങ്കിൽ വ്യാസമല്ല അല്ലേ. അപ്പൊ ഇതിന് വേറൊരു പേര് പറയും. ഇതിനെ പറയുന്ന പേരാണ് കോഡ്. കോഡ്, CHORD. കോഡ് എന്ന് പറഞ്ഞാൽ ഞാനല്ല, ഞാൻ. അപ്പൊ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളെ പറയുന്ന പേരാണ് കോഡ്. മനസ്സിലായല്ലോ. അപ്പൊ ഏത് രണ്ട് പോയിന്റും, ഇപ്പൊ ഞാൻ ഈ പോയിന്റ് ഇപ്പൊ നമ്മൾ യോജിപ്പിച്ച് ഒരു വര വരയ്ക്കാൻ പോകുന്നു. ഇതെന്താണ്? ഇത് സർക്കിളിൽ ഒരു കോഡാണ് അല്ലെ, ഒരു ഞാനാണ്. മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇത് ഒരെണ്ണം കൂടി ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പൊ വരച്ചത് എന്താണ്? ഇപ്പോഴും വരച്ചത് കോഡ് തന്നെയാണ് അല്ലെ. അതായത് വൃത്തത്തിലെ രണ്ട് പോയിന്റുകളെ ഞാനിങ്ങനെ യോജിപ്പിച്ച് വരച്ചു. പക്ഷെ ഇപ്പോഴും ഇത് നോക്കിയാൽ ഇതിന്റെ സെന്ററായിട്ട് കേന്ദ്രത്തിലൂടെ കടന്നുപോയോ? കേന്ദ്രത്തെ കുറച്ചും കൂടി നീങ്ങിയിട്ട് നിൽക്കണം അല്ലേ, കുറച്ച് നീങ്ങിയിട്ട്. അപ്പൊ ഇത് എന്തല്ല? ഡയമീറ്റർ അല്ല. ഈ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നാം അതിന്റെ പേര് മാറി അല്ലെ. അപ്പൊ അവന് വലിയ ആളായി. ആരായി? അപ്പൊ അത് ഡയമീറ്റർ ആയി. അപ്പൊ ഇതിന്റെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോയില്ലെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ പേരെന്താണ്? അതിനെ പറയും കോഡ് എന്ന് പറയും. അപ്പൊ വൃത്തത്തിലെ ഏത് രണ്ട് പോയിന്റുകൾ തമ്മിലും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയ്ക്ക് നമ്മൾ കോഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഡയമീറ്റർ എന്താണ്? വൃത്തത്തിലെ ഈ രണ്ട് പോയിന്റുകളെയും കൂട്ടി യോജിപ്പിക്കുന്ന വര തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ ഈ പോയിന്റ് കൂട്ടി യോജിപ്പിക്കുന്ന വര തന്നെയാണ്. പക്ഷേ അത് ഡയമീറ്റർ ആയത് എന്തുകൊണ്ടാണ്? അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയി. മനസ്സിലായില്ലേ. അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നാം അതിനെന്ത് പറയും? ഡയമീറ്റർ എന്ന് പറയും. വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ നാം എന്ത് പറയും? അതിനെ പറയും കോഡ് എന്ന് പറയും. അപ്പൊ ഈ മൂന്നും കോഡാണ്, ഇത് ഡയമീറ്റർ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാല് അത് റേഡിയസിന്റെ ഇരട്ടിയാണ് അല്ലെ. അത് നമ്മൾ ആദ്യം പറഞ്ഞത്, റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ അല്ലെ. വൃത്തത്തിൽ ഇതൊക്കെ കോഡുകൾ തന്നെയാണ്. പക്ഷെ ഏറ്റവും ലെങ്ത് ഏതിനായിരിക്കും? കാരണം ഇത് വൃത്തത്തിലെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അതായിരിക്കും ഏറ്റവും വലുത്. അപ്പൊ ഏറ്റവും വലിയ കോഡിനെയാണ് നാം എന്ത് പറയുക? ഡയമീറ്റർ എന്ന് പറയുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 151 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.75 സെന്റിമീറ്റർ അല്ലെ, 2.75 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം 7ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ലേ? ഇത് നോക്കിയത് നമുക്ക് സ്കെയില് 2.75 2.7 നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. പക്ഷെ 2.75 എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന്? ഇല്ല അല്ലേ. നമുക്ക് ഇവിടെ നമുക്ക് 2 കഴിഞ്ഞാൽ 2.567 ഉണ്ട് അല്ലേ. അപ്പൊ 2.75 നമുക്ക് എടുക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യും? ഇതിന്റെ ഇരട്ടിയാക്കും അല്ലെ. അതായത് 2 കൊണ്ട് ഗുണിക്കും. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2.75 ഇൻറ്റു 2 കൊണ്ട് ഗുണിക്കും. അതല്ലെങ്കിൽ 2.575 പ്ലസ് 2.75 അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10ന് 0, ബാക്കി 1, 7 × 2 14, 15, ബാക്കി 1, 2 × 4, 2 × 2 4, 1 5 അല്ലേ. ഇനി 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5.5. അപ്പോൾ ഇവിടെ നമുക്ക് 5.5, അതായത് ഈ റേഡിയസിന്റെ ഇരട്ടിയാക്കി അല്ലേ. അപ്പൊ ഇരട്ടിയാക്കിയിട്ട് ഈ വര നമ്മൾ വരച്ചിട്ട് എന്ത് ചെയ്യും? അതിന് ബൈസെക്ട് ചെയ്യും അല്ലേ. അപ്പൊ ബൈസെക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടും? 2.75 കിട്ടും അല്ലേ. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ 7ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? ആംഗിളിന് നമ്മൾ ബൈസെക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വര വരച്ച് നമ്മൾ ബൈസെക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2.75 ആയതുകൊണ്ട്, റേഡിയസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇരട്ടിയാക്കി 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 5.5 കിട്ടിയാലോ. അപ്പോൾ നമ്മൾ 5.5 ആദ്യം എന്ത് ചെയ്യാം? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് 5.5 അല്ലേ. അപ്പോൾ 4, 5, 5.5 ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് 5.1 ലൈൻ വരച്ചു അല്ലേ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 2.75 നമ്മുടെ റേഡിയസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ബൈസെക്ട് ചെയ്യാം. അപ്പോൾ ബൈസെക്ട് ചെയ്യാനൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് വേണം? ആദ്യം ഈ ലൈൻ്റെ അല്ലേ മൊത്തം നീളത്തിന്റെ പകുതി കൂടുതൽ ഒരു 1/4 ഭാഗം എടുക്കാം അല്ലേ. ഒരു 1/4 ഭാഗം എടുക്കുക, നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇതേ മുകളിൽ ഒരു ആർക്ക് വരച്ചു, ഞാൻ താഴെയും ഒരു ആർക്ക് വരച്ചു അല്ലേ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇത് ഇവിടെ കുത്തിയിട്ട് ഈ സൈഡിൽ കുത്തിയിട്ട് ഇതേപോലെ മുകളിലും ഒരു ആർക്ക് കൊടുത്തു, താഴെയും ഒരു ആർക്ക് കൊടുത്തു അല്ലേ. ഇപ്പൊ നോക്കിയാൽ 2 ആർക്കുകളും തമ്മിൽ എന്തായി? കട്ടായി. അപ്പൊ ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ബൈസെക്ടർ കിട്ടി അല്ലേ. അപ്പൊ ഞാൻ അവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു അല്ലെ. യോജിപ്പിച്ചപ്പോൾ നോക്കിയാൽ ഇവിടെ ഈ പോയിന്റ് കിട്ടി. അപ്പൊ ഇത് മുതൽ ഇതുവരെ എത്രയായിരിക്കും? 2.75. അപ്പൊ 2.75 സെന്റിമീറ്റർ ആണ് ഇത് അല്ലേ. അപ്പൊ ഇത്രയായിരിക്കണം നമ്മുടെ റേഡിയസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് കൃത്യമായിട്ട് ഈ ദൂരം നമ്മൾ അളന്നെടുക്കാം.
നോക്കിയാൽ ഞങ്ങൾക്ക് കോമ്പസ് എടുത്തിട്ട് ഇതേ അതേ അളവ് കൃത്യമായിട്ട് കണ്ട ആ അളവ് അതേ അളവ് തന്നെ ആയിരിക്കും ഇപ്പുറത്തേക്കും അല്ലേ. ഇനി അവിടെ കോമ്പസ് നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേ കോമ്പസ് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇതേ ഇവിടെ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഇപ്പൊ ഇതേ ഞാനൊരു സർക്കിൾ വരച്ചു. അപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 2.75 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ചിത്രം അങ്ങോട്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ചതുരം, ഒരു സമചതുരമുണ്ട്. അതിൻ്റെ അളവ് നമുക്ക് വന്നിട്ടുണ്ട് 4.5, ഇവിടെ 4.5 അല്ലേ. അതായത് നീളവും വീതി എത്രയാണ്? 4.5. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം സ്ക്വയർ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 4.5 ആണ്. നമുക്ക് കൃത്യമായിട്ട് സ്കെയിൽ എടുത്തിട്ട് 4.5 ആദ്യം നമുക്കൊരു ലൈന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 4.5 അല്ലേ. അപ്പോൾ 4.5 കൃത്യമായിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് വരയ്ക്കണം അല്ലേ. ഇവിടെ 4.5, പക്ഷേ ഇതെന്താ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. അതല്ലെങ്കിൽ ഇത് അങ്ങോട്ടും കൂടി തെറ്റും അല്ലേ. അങ്ങോട്ടും കൂടി തെറ്റിക്കഴിഞ്ഞാൽ എന്താവും? നമുക്കിത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 4.5 സെന്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ ഇത് ഈ ലൈൻ കറക്റ്റ് ആണല്ലോ. ഇനി നമുക്കിവിടെ 4.5, അപ്പോൾ 4.5 ഇത് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ എന്താണ് ഗുണം? നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും? കൃത്യമായിട്ട് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അല്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാൻ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യാം? ഇനി ഇവിടെയും നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് 4.5 വരയ്ക്കാം. ഓക്കെ, കണ്ടില്ലേ? ഈ ലൈൻ കണ്ടില്ലേ? ഇനി നമുക്ക് ഇവിടെ 4.5 കൃത്യമായിട്ട് അങ്ങോട്ട് ഇതേ വരയ്ച്ചു. ഇനി നമുക്ക് ഇവിടെ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മതി. കാരണം എന്താ? ഇത് നമുക്ക് കൃത്യമായിട്ട് 4.5 എന്നാണ് എടുത്തിട്ടുള്ളത് അല്ലേ. 4.5, ഈ അളവ് 4.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്, അതായത് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലേ. അതായത് 4.5 ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്. അതേപോലെ ഇവിടെയും. അതായത് കൃത്യമായിട്ട് നമുക്ക് 4.5 മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരു സൈഡിന് 4.5 ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പകുതി കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. കാരണം എന്താ? 4.5 ആണ്. അപ്പോൾ 2 എത്ര വരും? 2.25 വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സൈഡിന് മാത്രമായിട്ട് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, നോക്കിയാൽ പകുതി കൂടുതലെടുത്ത് അല്ലേ. പകുതി കൂടുതലെടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു അല്ലേ. ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചാൽ വരയ്ക്കണം. ഇപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയാലോ. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും അല്ലേ. അതായത് നമുക്ക് ഇതിനെ നമ്മൾ തുല്യമായിട്ട് ഭാഗിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതേ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക? കുറച്ചും കൂടി അങ്ങോട്ട് മുകളിലേക്ക് പോയിക്കോട്ടെ. കാരണം എന്താ? അപ്പോൾ നമുക്ക് ആ ലൈൻ്റെയും മിഡ് പോയിന്റ് കിട്ടി അല്ലേ. അപ്പം നമുക്ക് നോക്കിയാൽ ഈ ഇവിടുത്തെ മിഡ് പോയിന്റും കിട്ടി, ഇതിന്റെ മിഡ് പോയിന്റും കിട്ടി ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് കിട്ടണ്ടേ. അതിന് നമ്മൾ ഇതുപോലെ ചെയ്യണോ? ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? നമുക്കൊരു പണി ചെയ്യാം. കോമ്പസ് എടുത്തിട്ട് ഈ അളവ് കൃത്യമായിട്ട് അങ്ങോട്ട് മെഷർ ചെയ്യാം. ഏതളവ്? ഈ അളവ് കണ്ടില്ലേ അല്ലേ. അപ്പോൾ ഈ അളവ് തന്നെ നമുക്ക് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 സൈഡിന്റെയും മിഡ് പോയിന്റ് കിട്ടിയാലോ. കിട്ടി അല്ലേ. 4 സൈഡിന്റെയും മിഡ് പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തിട്ട് നമ്മൾ ഈ മിഡ് പോയിന്റ് ആ പോയിന്റ് അങ്ങോട്ട് കുത്തിയിട്ട് നോക്കിയാൽ ഒരു സെമി സർക്കിൾ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. കണ്ട, ഒരു സെമി സർക്കിൾ അങ്ങോട്ട് വരച്ചു. അതേപോലെ എന്ത് ചെയ്യാം? അപ്പോൾ ദേ ഇവിടെയും വരച്ചു. ഇനി എന്ത് ചെയ്യാം? ഇപ്പുറവും വരയ്ക്കാം. അപ്പോൾ ഇതേ ഇപ്പുറവും വരച്ചു അല്ലേ. ദേ ഇവിടെയും വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇവിടെ കുത്തിയിട്ട് ഈ സൈഡും വരയ്ക്കാം. അപ്പോൾ ദേ ആ സൈഡും വരച്ചു. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേപോലെ നല്ല ഭംഗിയിൽ അങ്ങോട്ട് കളർ കൊടുക്കുക. സെറ്റായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ. അതേപോലെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളവും 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഈ ലൈൻ ആദ്യം അങ്ങോട്ട് വരയ്ക്കാം. എത്ര സെന്റിമീറ്റർ വരയ്ക്കണം? 6 സെന്റിമീറ്റർ ഇതങ്ങോട്ട് വരയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് ആദ്യം വരയ്ക്കുന്നു 6 സെന്റിമീറ്ററിൽ. അപ്പോൾ ഓക്കെ, 6 സെന്റിമീറ്റർ ഞാനത് വരച്ചു. ഇനി നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കണം അല്ലേ. ഒരു 6 സെന്റിമീറ്റർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വര ചെരിഞ്ഞൊന്നും പോകണ്ട. അതിന് കാരണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ലൈൻ നമുക്ക് കിട്ടും. നോക്കിയാൽ പകുതിയേക്കാൾ കൂടുതൽ എടുത്തു. ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു അല്ലേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കുത്തി ഇവിടെയും ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു ഇല്ലേ. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 6 സെന്റിമീറ്ററിന്റെ എന്ത് കിട്ടി? 6 സെന്റിമീറ്ററിന്റെ മിഡ് പോയിന്റ് കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് മിഡ് പോയിന്റ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെയും 6 സെന്റിമീറ്ററിന് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ, ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഇവിടുന്ന് 3 സെന്റിമീറ്റർ, ഇവിടുന്ന് 3 സെന്റിമീറ്റർ ഇതിലങ്ങോട്ട് വരയ്ക്കാം.
അത് കണ്ട കൃത്യമായിട്ട് 3. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരു 3 വരച്ചു. പിന്നെ ദേ ഇവിടേക്ക് ദേ 6. അപ്പോൾ ദേ 3 3 അല്ലേ. ഇനി ഈ സ്കെയിൽ മാറ്റിയിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് വേറെ കാര്യം കൂടി ചെയ്യണം. നമുക്ക് ഇവിടെ ഇതിൻ്റെ മിഡ് പോയിന്റ് ഓരോന്നിൻ്റെയും മിഡ് പോയിന്റ് കൂടി വരയ്ക്കുക. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് 3 അല്ലേ. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ഏതായിരിക്കും? 1.5 അല്ലേ. അപ്പോൾ 1.5 വെച്ച് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെയും 1.5 വെച്ച് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതുപോലെ നമുക്ക് ഇവിടെയും അതേപോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പകുതി 1.5, ഇനി ഇതിൻ്റെ പകുതി 1.5 അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഓരോ കഷ്ടത്തെയും അതിൻ്റെ പകുതി വെച്ചിട്ട് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ അതെന്തിനാണ് ചെയ്തത്? അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മുടെ കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഈ ലൈൻ കണ്ട, ഈ നമ്മുടെ മിഡ് പോയിന്റ് എടുത്തല്ലോ, അതും ഇത് നോക്കിയാൽ ഇങ്ങനെ വെക്കാം അല്ലേ. ആ മിഡ് പോയിന്റ് എടുത്ത പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെമി സർക്കിൾ അങ്ങോട്ട് മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ. ഇനി അതുപോലെ എന്ത് ചെയ്യാം? ഇപ്പുറത്ത് വരയ്ക്കാം അല്ലേ. ഇവിടെ ദേ അടിയിൽ ഇവിടെ കുത്തിയിട്ട് ദേ ഈ അടിയിൽ നമ്മൾ എന്ത് ചെയ്യാം? അടിയിലും അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ദേ ഓക്കെ, അടിയിൽ വരച്ചു അല്ലേ. ഇനി എന്താ വേണ്ടത്? ഇപ്പുറത്ത് ഇവിടെ കുത്തിയിട്ടല്ലേ. ഇനി നമുക്ക് അടിഭാഗത്തേക്ക്, അപ്പോൾ അതും വരച്ചു. ഇനി എന്ത് വേണം? നമ്മൾ മുകളിൽ അല്ലേ, മുകളിൽ നോക്കി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ദേ ഇവിടെ ഞാൻ കുത്തി. ഇനി നമുക്കത് ഈ മുകളിലും കൂടി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞു അല്ലേ. ഓക്കെ, ദേ വരച്ചു. ഇത്രയേ ഉള്ളൂ നമുക്ക് വരയ്ക്കാൻ. ഇനി എന്താണ്? അപ്പോൾ നമ്മുടെ അളവ് എഴുതി കൊടുക്കുക അല്ലേ. ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് 6 അല്ലേ. അതേപോലെ ഇവിടെയും നമുക്ക് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ അല്ലേ. 6. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പണി കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കളർ പെൻസിൽ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയിൽ അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നത്. നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.